നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് പറയുന്ന ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ഗെയിമുമായിട്ടാണ് ഗൈസ്. ഇതന്നെയാണ് പറയുന്നത് ബ്രേക്ക്. ഇത് ആട് ഗൈസ്. അപ്പം നമ്മൾ അടിക്കാറ് നമുക്കിപ്പം ഡോക്ടറേറ്റിലേക്ക് കൊടുക്കാം. എന്നാൽ നമുക്ക് 9 അടിക്കാം. നൈറ്റ് മോഡാക്കാം. ഇത് ടൈം ചേഞ്ച് അതിന് നമുക്കൊരു ഇത് ചെയ്യും. ഇതങ്ങോട്ട് പോയിട്ട് സ്റ്റിക്ക് എടുത്തിട്ട് ഒരു പെണ്ണിൻ്റെ നേരെ ഇഷ്ടം കൊടുക്കാം. ഒരു ഏതെങ്കിലും ഒരാളുടെ റെഡ് കൊടുക്കാം. ഏതെങ്കിലും ഒരു അയാളുടെ റെഡ് കൊടുക്കാം. സാറേ എന്തൊക്കെയുണ്ട് അങ്ങനെ നിങ്ങൾക്കിടെ കുറച്ച് 10 മാത്രം സ്റ്റിക്ക് ചെയ്തോണ്ട് ഇയാളുടെ റെഡ് കൊടുക്കും. നോക്കിയിട്ട് എന്താ ചെയ്യുന്നതിന് മനസ്സിലാക്കണം. നിൽക്കുന്നുണ്ട് ഇയാളൊരിടത്ത് നിൽക്കുന്നില്ല. കാലിനെ പിടിച്ചിട്ട് കൊടുക്കും. കാലിന് മുടിയിലൊക്കെ ഇവിടെയൊക്കെ കുറേ ഉണ്ട്. എനിക്കൊക്കെ കയ്യിലൊക്കെ ഇത് ഒരാൾ പറഞ്ഞിട്ടാണ് കളിക്കുന്നത്. കാർത്തിക് അങ്ങനെ കൊണ്ടാണ് അയാളുടെ പേര്. അറിയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഓർമ്മകളൊക്കെ ഇട്ടിട്ട് മാറ്റി പറ്റിയാണ്. അപ്പോൾ നമുക്ക് മാറ്റി പറ്റിയ ശരിയാണ്. പോയില്ലത് പതുക്കേക്കാ അല്ല പോയിട്ടുള്ള റീലാൻസ് കിട്ടത്തില്ല. ഇങ്ങനെ ഞാൻ ഈ ഓഫ് റൈഡർ ബൈക്ക് ഒന്ന് എടുക്കട്ടെ. 5 അതെ ഫസ്റ്റ് ബൈക്ക്. അപ്പോൾ നമുക്ക് മോളിൽ കുറച്ചിട്ട് നമുക്കൊരു വണ്ടിയെ പോയി അങ്ങ് ഇടിക്കാം. ഈ വണ്ടി അങ്ങ് ഇടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഇടിച്ചു പൊട്ടിക്കണമെങ്കിലേ ഇപ്പോൾ വണ്ടി ഇടിച്ചു പൊട്ടിക്കണം കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പോൾ വണ്ടി ഇടിച്ചു പൊട്ടിക്കണം കാണിച്ചു തരാം. കുറേ വണ്ടി നമുക്ക് ഇവിടെ ഇട്ടിടാം. കുറേ വണ്ടി ഇട്ടിട്ട് ഇവിടെ ഇട്ടിടേ. എനിക്കറിയാമോ അത്രയും വണ്ടികൾ ഞാൻ ഇവിടെ ഇടും. എനിക്കറിയാവുന്നത് അത്രയും വണ്ടികൾ ഞാനിവിടെ ഇടും. എനിക്ക് ചീറ്റ് കോഡ് അറിയാവുന്ന അത്രയും വണ്ടികൾ ഞാൻ ഇവിടെ ഇടും. എവിടെയൊക്കെ എനിക്ക് 9 കണ്ടോ നിങ്ങൾ മാർക്കിടാം. ഒന്നും കൂടെ കുറേ 0 അടിക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ കുറേ ഇത് വേണ്ട. ഒരു ടിക്കി ബോംബിവിടെ കുറേ ടിക്കി ബോംബിടാം. നമുക്കതിന് നമുക്ക് വണ്ടി പോയി കയറി ഇതൊക്കെ ഇടിച്ചങ്ങ് ഓടിക്കാം. എനിക്കൊന്നും പറ്റുമെന്നുള്ളതാണ് പേടി. അപ്പോൾ നമുക്ക് വണ്ടി കയറാം. ഈ കയറിയിട്ട് ഇവിടുന്ന് ഒന്നും ഇടിക്കാതെ പുറത്തേന്ന് ഒന്നും ഇടിക്കാതെ നമ്മളൊക്കെ ഇടിക്കണം. തെറിച്ചു പോയി. നമുക്കത് നോക്കുന്നുണ്ട്.
ഗായ്സ് എല്ലാം പൊട്ടി. ഗായ്സ് കണ്ടോ തീയൊക്കെ ഇട്ടോണ്ട് പോകുന്നു. ഗായ്സ് ഫ്രണ്ടൊക്കെ പൊക്കി ഗോൾഫ് റൈഡർ ബൈക്കൊക്കെ എടുക്കുന്നു. വീണ്ടും ഒരു വണ്ടി കിട്ടി. ആ വണ്ടി നമുക്ക് പോയി ഇടിപ്പിക്കാം. ആ വണ്ടി തന്നെ പോയി ഇടിപ്പിക്കാം നമുക്ക്. ആ വണ്ടി അങ്ങ് പോയി ഇടിപ്പിച്ച് മണ്ടേ കൂടെ അതിൻ്റെ താഴെ വന്ന വണ്ടി ഞാൻ പൊട്ടിച്ച്. ഇനി നമുക്ക് ഇതിൻ്റെ നമ്മളപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇവിടെ കയറി നോക്കാം. ഞാൻ നേരെ അടുത്തൂടെ പോയതാണ്. ജനങ്ങളുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്ന മാറ്റണം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ആവശ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർദ്ദേശമാണ്. DGPയുടെ അന്വേഷണത്തിന്റെ ആവശ്യം. അതുകൊണ്ടാണ് അത് ക്ലാരിഫൈ ചെയ്തത്. നമ്മുടെ ഗോൾഫ് റൈഡർ ബൈക്ക് എടുത്ത് ഇയാളെങ്ങനെ അവിടെ തീക്കകത്തൊക്കെ ഇരിക്കുന്നല്ലോ. തീക്കകത്തൊക്കെ ഇരിക്കണം. ഗേറ്റൊക്കെ തന്നെ തുറന്നായിരുന്നു. ഗേറ്റൊക്കെ തന്നെ തുറന്നായിരുന്നു. ഗേറ്റൊക്കെ തന്നെ. പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP ശ്രീ MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ട കാര്യം വെളിപ്പെടുത്തിയത്. അത് ഒരു രാഷ്ട്രീയ വിവാദമായി വളരുകയും ഇടതു മുന്നണിയിലെ പല ഘടകകക്ഷികളും പ്രകടിപ്പിക്കുകയും നടപടി ഇപ്പൊ ഞാൻ ഇതിന്റെ അടുത്തൂടെ ഇങ്ങനെ ഇറങ്ങി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പോയി നമുക്കിനി റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലാം. ഇത് നമുക്ക് ഇതിന് ട്രെയിനിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഇപ്പം നമുക്കിപ്പോൾ ട്രെയിനിൻ്റെ മുമ്പിൽ കൂടി ഇതിൻ്റെ കുറേ പേര് നമ്മൾ കൊണ്ടിട്ടുണ്ട് ബൈക്കൊക്കെ ഇടിച്ച്. നമ്മളാണെങ്കിൽ ട്രെയിനിൻ്റെ അവിടെ നമുക്കുണ്ട്. ട്രെയിൻ കുടിച്ചു ചത്തിട്ടില്ല. വെള്ളത്തിൽ വീണോണ്ടൊന്നും പറ്റിയില്ല. ഭാഗ്യത്തിന് വെള്ളത്തിൽ വീണോണ്ട് പുഷപ്പ് എടുത്തവൻ വെള്ളത്തിൽ വീണോണ്ട് ഇതിൻ്റെ തീയൊന്നും അടങ്ങി വീട്ടിലടി. വെള്ളത്തിൽ വീണിട്ട് ഇതിൻ്റെ തീയൊന്നും അടങ്ങി വീട്ടിലേ. സാധാരണ തീ വെള്ളത്തിൽ വീണ അടങ്ങി വീണ്ടില്ല. ഇതിൻ്റെ തീയൊന്നും അടയത്തില്ല. ഗോൾഫ് റൈഡറില്ലേ തീയൊക്കെ ഇവത്തെ ഉണ്ട്. ഇവത്തെ എന്തെങ്കിലും അത് അപ്പം പൊട്ടിത്തെറിച്ചു പോകും. ഞാൻ ഇതെനിക്ക് ഏർത്തി അറിയാം. നമ്മളപ്പോൾ ഗോൾഫ് റൈഡർ ബൈക്കൊക്കെ എടുത്താണ് മറ്റേത് പൊട്ടിത്തെറിച്ച് എല്ലാം കൂടെ അങ്ങ് എടുത്ത് അങ്ങ് പൊട്ടിത്തെറിച്ച് ഇങ്ങോട്ട് കേറത്തില്ല എനിക്ക്. അപ്പം നമുക്ക് പോവാം. നീ കമല വിളിച്ചെന്ന് പറഞ്ഞിട്ടൊക്കെ ഒന്നും അത് അതൊന്നുമില്ല. അപ്പം നമുക്ക് ഇതിനെ ട്രെയിൻ പാളത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുത്താം. അപ്പം നമ്മളപ്പോൾ ഗോൾ കളിച്ചെൻ്റെ ഗായ്സ് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കല്ലേ ഗായ്സ്. എൻ്റെ കൂട്ടാൻ്റെ ഇതാണ്. ഒരു കൂട്ടാൻ്റെ യൂസ് ചാനൽ ഇതാണ്. അത് നിങ്ങൾക്ക് പറയുന്നില്ല ഇന്നത്തെ. അപ്പം ട്രെയിനിന് എൻജിൻ ഓൺ 4 വീക്സ് വേദനൊക്കെ പോവാം. നമ്മുടെ വണ്ടി ബ്രേക്ക് പിന്നെ നമ്മുടെ വണ്ടി നമ്മൾ പിന്നെ കയറിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മൾ കത്തി ഗോയ്ഫ് അതുകൊണ്ട് എങ്ങനെ കത്തി നമ്മൾ തീക്കകത്ത് ഇരുന്നങ്ങ് ചത്ത്. നമുക്ക് അടുത്തൊരു ടാസ്കും ഇതാക്കാം. നമുക്ക് മെഗാറാം ഇതാക്കാം.
നമുക്ക് മെഗാറാമ്പ് ഇതൊക്കെ മെഗാറാമ്പാണ് നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന ട്രിക്ക്. അപ്പോൾ നമ്മൾ മെഗാറാമ്പ് ഏത് വണ്ടി കിട്ടുമോ? നല്ല വണ്ടിയെല്ലാം കിട്ടിയാൽ നമ്മൾ ജയിച്ചാണ്. പോലീസ് വണ്ടി അതുകൂട്ടുള്ള വണ്ടിയെല്ലാം കിട്ടിയാൽ അത് നമ്മളിപ്പോൾ അങ്ങോട്ടങ്ങനെ പോവാണ്. നമ്മളപ്പോൾ ആദ്യം വീട്ടിൽ പോകാനായിട്ട് തിരിച്ചങ്ങനെ അങ്ങ് പോകും. ആദ്യം വീട്ടിൽ പോണേ വണ്ടി എത്തി. ഇതാണ് ഞാൻ ഇന്ന് ജയിച്ചു. നമുക്കപ്പം നമ്മളപ്പം ഇതിനൊന്നും അല്ല വന്നത്. നമ്മുടെ വണ്ടി പരമാവധി നശിപ്പിക്കാനാണ് വന്നത്. വണ്ടിയൊക്കെ നമുക്ക് പരമാവധി നശിപ്പിക്കണം. നമ്മളപ്പം ഇവത്തെ കയറുന്നുണ്ട്, എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ചാടുന്നുണ്ട്. നമ്മുടെ വണ്ടി നശിപ്പിക്കണം എനിക്ക്. ഇത് നമ്മുടെ വണ്ടിയുടെ പകുതി ഇളകി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കയറാം. ഇത് കയറി മണ്ടേ കയറാം. എന്നിട്ട് ഒറ്റ ചാട്ടം വണ്ടി അങ്ങ് നമുക്ക് വിടാം. നമുക്കപ്പം ആദ്യം മണ്ടേ കയറാം. നമുക്കാദ്യം മണ്ടേ കയറാം. ബൈക്കാണ് ഇതിനൊക്കെ നല്ലത്. പക്ഷേ ബങ്കറൊക്കെ കയറാൻ കാർ നല്ലതാണ്. ഞാനിപ്പോൾ ബൈക്ക് ഏറ്റവും കൂടുതൽ ബൈക്ക് എടുത്തോണ്ടാണ് കയറിയത്. അതുകൊണ്ട് ബൈക്ക് നല്ലതാണെന്ന് പറയാൻ കഴിയുന്നുണ്ടോ നമുക്ക്? ബങ്കരിപ്പം നമ്മൾ അല്ലെങ്കിൽ തന്നെ താഴ്ത്ത് ചാടാൻ പോകാറ്. താഴ്ത്ത് ചാടുന്നു. ഞാൻ താഴ്ത്ത് ചാടാൻ പോകാൻ പക്ഷെ താഴ്ത്ത് ചാടി വണ്ടിക്ക് ഒരു പുല്ല് പോലും പറ്റിയില്ല. എനിക്ക് അവരുടെ അടുത്ത് പോയി ചാടാൻ തോന്നും. വണ്ടി അങ്ങ് നല്ല സ്പീഡിൽ പറപ്പിച്ചിട്ടേക്കാം. നമുക്ക് നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നത്. ഇതേ ഇവിടുന്ന് അങ്ങ് നമുക്ക് ചാടിയേക്കാം. ബ്രേക്ക് പിടിക്കട്ടെ. ഇവിടുന്ന് അങ്ങ് നമുക്ക് ചാടിയേക്കാം. നമുക്ക് ഇവിടുന്ന് തന്നെ അങ്ങ് ചാടിയേക്കാം. നമുക്കപ്പോൾ ഇവിടുന്ന് തന്നെ അങ്ങ് ചാടിയേക്കാം. നമുക്ക് കയറുന്നില്ല. അതിനൊറ്റ വഴിയല്ല. നമുക്ക് സ്റ്റിക്കി ബോംബ് ഒരു വട്ടം കൊടുക്കുക. ഇങ്ങോട്ടിട്ട് നമുക്ക് പറ്റുന്നത്ര ഈ വണ്ടിയുടെ അകത്തോട്ടൊക്കെ ഇടാൻ പറ്റും. നോക്കട്ടെ. നമുക്കപ്പോൾ വണ്ടിയുടെ ടയറിലൊക്കെ ഇടാം. വണ്ടിയുടെ ഒക്കെ പാട്ടിടാം. വണ്ടിയുടെ മുകളിലൊക്കെ ഇടട്ടെ. ഇനി നമുക്കിതൊന്ന് ഇറക്കാൻ പറ്റും നോക്കാം. ഇനി നമുക്കിതൊന്ന് ഇറക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇല്ല. ഇപ്പം നമ്മൾ ഈ വണ്ടി ആദ്യം ഇങ്ങനെ അങ്ങ് വെച്ചങ്ങ് പൊട്ടിക്ക്. ഇങ്ങനെ അങ്ങ് വെച്ചാൽ നല്ല പുക അങ്ങ് കൊടുത്ത് എന്നിട്ടിനെ നമ്മൾ ഒരു ബോംബും കൂടെ മിസൈലും കൂടെ അങ്ങ് വിടും. അപ്പോൾ അത് പൊട്ടിത്തെറിച്ച് പിന്നീട് നമ്മൾ ബോംബ് അങ്ങാറ്റ് പറ്റി പോകുന്ന വണ്ടി കിട്ടാൻ ചെയ്ത് വിട്ടേക്കാം. നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും മനുഷ്യന്മാരുണ്ടോ? ജെറ്റ് പാക്കിൻ്റെ നമ്പർ എത്രയും നമുക്ക് നോക്കിയിട്ട് വരാം. നമുക്ക് ഇനി ഏതാ ഇത്രയുണ്ട്. G-Wagon, ട്രാക്ടർ, ബോട്ട്. ജെറ്റ് പാക്ക് 320 അടിക്കുന്ന വലിയ ജെറ്റ് പാക്ക് നമുക്ക് വരുത്താം. 320 വലിയ ജെറ്റ് പാക്ക് നമുക്ക് വരുത്താം. നമുക്ക് എന്നിട്ട് വേറെ എത്തിയാൽ നമുക്ക് എന്നിട്ട് ഇങ്ങനെ അങ്ങ് പറക്കാം. നമുക്ക് ഫോൺ ബി ഇരിക്കാം. 203 അതല്ലേ? നമുക്ക് ആ ഫോൺ ബി വിളിച്ചേക്കാം. നമ്മൾക്കപ്പം ഇവിടെ ഇറക്കാൻ വേണ്ടി ഓക്കെ. നമ്മൾ ഇവിടെ നിന്ന് എടുക്കും ഗാഡി. ഇപ്പം നമുക്ക് 030 ഓക്കെ. 2 ഫോൺ ബി മോഡ് ഓൺ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഞാൻ പോവാം. എന്നിട്ട് നമുക്ക് ഊട്ടി അങ്ങ് പോയിട്ട് ഒന്ന് നോക്കാം. താഴ്ത്ത്
ഗൈസ് ഇവിടെ കണ്ടിരുത്തണം ഉണ്ടല്ലോ, നമുക്ക് ഇവിടെയൊക്കെ തപ്പാം. കിട്ടൂലേ? ഫോമ്പ് കിട്ടിയില്ല. ആ ഫോമ്പ് കിട്ടാതെ കിട്ടിയില്ല. ആ ഫോമ്പ് ഒരിടത്താണ് സ്നൈപ്പർ വെച്ച് ഹെഡ് ഷോട്ട് അടിക്കുന്നത്. ആ ഫോമ്പ് ചത്ത്. ഞങ്ങൾക്ക് അടുത്ത ഫോമ്പ് ഇട്ടപ്പോൾ ആ ഫോമ്പ് ചത്ത്. നമുക്കിനി അപ്പോഴായിട്ടൊരു ഫോമ്പ് ഉണ്ടല്ലോ, നീയും ചത്തു. നിന്നെ ബാക്കിൽ നിന്ന് അങ്ങോട്ട് ചുറ്റിട്ടത് അത് ചത്താ. കാണാനെല്ലാവരും അല്ലേ? നമുക്കിനി ജെറ്റ് പാക്ക് എടുത്ത് വേറെ ഒരിടത്തോട്ട് പോവാം. ഒരു അടിയുണ്ട്, നമുക്ക് താഴോട്ട് സ്റ്റിക്ക് ചെയ്ത് പോകുമ്പോഴും തിന്നിടത്തൊക്കെ അങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. ഇനി നമുക്കൊന്ന് ആക്ടിവേറ്റ് ചെയ്യാം. അതൊക്കെ താഴെ പോയി സ്റ്റിക്കി ബോംബ് അങ്ങ് നമുക്ക് അങ്ങ് ആ ജെറ്റ് പാക്ക് അങ്ങ് പോയി കയറാം. നമുക്കപ്പം മുമ്പിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വന്നിക്കാം. ഗ്യാസ് ഒക്കെ നമ്മൾ ഇവിടെ ആയിട്ട് കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പറ്റുന്ന ഇത്രയൊക്കെ പാർക്ക് ചെയ്ത് ഇനി നമ്മളിപ്പോൾ ഈ ഗണ്ണെടുത്ത് തന്നെ പോവാണ്. ഈ ഗണ്ണെടുത്തിട്ട് അപ്പുറത്തുള്ള ഒരു 5 പേരൊക്കെ കുറേ പേര് നമുക്ക് കില്ല് ചെയ്യാം. കുറേ സോംബീസ് ഞങ്ങൾക്ക് കൊന്നേക്കാം. കുറേ സോംബി നീൻ ചത്തോ? അത് ചത്തു. അതിനിട്ട് കുറച്ച് ഓടിച്ചപ്പോൾ ചത്ത്. നീൻ ചത്തോ? എന്നിട്ട് കുറച്ച് ഓടിച്ചപ്പോൾ അതും ചത്തു. കാര്യം കിളിയാണ്. ആഹാ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? നിങ്ങളൊന്ന് വീട്ടെടുക്കാൻ പാടില്ല. ചത്തു. ചെടി ഇപ്പം ഇത് ഇവിടെ വരട്ടെ. ആ ചത്ത്. കാലിലോട്ട് നോക്കി എവിടെ ചന്ത ചത്തു. ചത്ത്. അടുത്തേതിന് ഇവിടെ എവിടെയെങ്കിലും കിട്ടും. പെട്ടെന്ന് ഷൂട്ട് ചെയ്യാം. നമുക്ക് പുറത്തോട്ടാണ്. ഒന്നും അങ്ങോട്ട് കൊള്ളുകയാണോ? ഇനി മോനെ താഴെ ഇറക്കുന്നുണ്ടോ? 5 സ്റ്റാർ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റ, ബൈ ബൈ.